ഡീബഗ്ഗിങ്ങിന് ഇനി വരുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദി ഫസ്റ്റ് മെത്തേഡ് ഇസ് ഡീബഗ്ഗിങ് ബൈ ഇൻഡക്ഷൻ. ഡീബഗ്ഗിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും വേർ വൺ പ്രൊസീഡ്സ് ഫ്രം പർട്ടിക്കുലേഴ്സ് ടു ദി ഹോൾ, അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അതിനെ നമുക്ക് ആക്ച്വലി ഒരു ഫിഗറായിട്ട് നമുക്ക് ഇലിസ്ട്രേറ്റ് ചെയ്യാം. യെസ്, ദിസ് ഇസ് ദ വൺ. ഇതിൽ നമ്മൾ പെർട്ടിനൻറ്റ് ഡേറ്റയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു, അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, അവർ തമ്മിലുള്ള കണക്ഷൻസ് സ്റ്റഡി ചെയ്യുന്നു, അതിൽ നിന്നും നമ്മളൊരു ഹൈപ്പോത്തസിസിനെ ഡിറൈവ് ചെയ്യുവാണ്. ഈ ഒരു ഹൈപ്പോത്തസിസിനെ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വി ആർ അഗൈൻ മൂവിങ് ടു ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു കളക്ട് മോർ ഡേറ്റ ഇൻ ഓർഡർ ടു ഡിറൈവ് എ ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസിനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നു ആൻഡ് ആഫ്റ്റർ വിച്ച് വി ആർ ഫിക്സിങ് ദി എറർ. അതായത് ഇവരിവിടെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് മോർ ഓർ ലെസ് ഫ്രം പെർട്ടിക്കുലേഴ്സ് ടു ദി ഹോൾ. അടുത്ത നമ്മൾ ആ ഒരു ഡയഗ്രത്തിൽ കണ്ട സംഭവമാണ് ലൊക്കേറ്റ് ദ പെർട്ടിനൻറ്റ് ഡേറ്റ. അതായത് വാട്ട് എവർ ഡേറ്റാസ് അല്ലെങ്കിൽ വാട്ട് എവർ സിംറ്റംസ് ആർ അവൈലബിൾ വിത്ത് റെസ്പെക്ട് ടു ദ പ്രോബ്ലം. നമ്മളിപ്പോൾ ചെയ്യുന്ന ഡീബഗ്ഗിങ് ആണല്ലോ, അപ്പം ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഡീബഗ്ഗിങ്ങിൻ്റെ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കുക. സോ വാട്ട്സോ എവർ ആ ഒരു പ്രോഗ്രാമിൽ കറക്റ്റായിട്ട് ചെയ്തത് എന്താണ്, തെറ്റായിട്ട് ചെയ്തത് എന്താണെന്നുള്ളത് കളക്ട് ചെയ്യുന്നതിനെയാണ് ലൊക്കേറ്റ് ദ പെർട്ടിനൻറ്റ് ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓർഗനൈസ് ദ ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടിയ ഡേറ്റയിൽ നിന്നും പാറ്റേൺസിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓർഗനൈസിങ്ങിനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പല രീതിക്കുള്ള ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു ജനറൽ എക്സാമ്പിളാണ് വാട്ട്, വെയർ, വെൻ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഇസ് നോട്ട് കോളംസ് ഉള്ള ഒരു ബോക്സ്. സോ അതിൽ നമ്മൾ വാട്ടിൽ ജനറൽ സിംറ്റംസ് ആണ് നമ്മൾ പറയുന്നത്. വേർ എന്ന് പറയുമ്പം വേർ ആർ ദ സിംറ്റംസ് ഒബ്സർവ്, എപ്പോഴാണ് ഒബ്സർവ് ചെയ്തത്, വാട്ട് ഈസ് ദ സ്കോപ്പ് ആൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സിംറ്റംസ് ആൻഡ് ഇസ് നോട്ട് കോളംസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോൺട്രഡിക്ഷൻസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഹൈപ്പോത്തസിസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഇസ് നോട്ട് എന്ന് പറയുന്നത് കോളംസ് ആയിട്ട് വരും ആൻഡ് വാട്ട്, വെയർ, വെൻ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ റോസ് ഹിയർ. To devise a hypothesis എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വാട്ട് ഇസ് ബീൻ ഗിവൺ. നമുക്ക് ഡേറ്റ ഉണ്ട്, വി ആർ ഹാവിങ് പാറ്റേൺസ്, വാട്ട് ഈസ് ദ കോസ് ഓഫ് ദി എറർ എന്നുള്ള ഒരു തിയറിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ ഡിറൈവ് ചെയ്യുന്നതാണ് നമ്മൾ ഡിവൈസ് ഹൈപ്പോത്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി കൻ ഓൾസോ സപ്പോർട്ടഡ് ബൈ ആഡിങ് സം എക്സ്ട്രാ അല്ലെങ്കിൽ സം അഡീഷണൽ ടെസ്റ്റ് കേസസ്. പ്രൂവിങ് ദ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി തിയറി ഉണ്ടാക്കി നോക്കി, ഇതുകൊണ്ടാണ് എൻ്റെ ഒരു ഡീബഗ്ഗിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു പ്രോബ്ലം ഒക്കർ ചെയ്തെന്നുള്ളത്. ഈ ഒരു തിയറിനെ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ടായിരുന്ന കുറച്ച് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ആൻസേഴ്സിനെ വെച്ച് നമ്മൾ പ്രോബ്ലത്തിനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രോബ്ലത്തിനെ ഫിക്സ് ചെയ്യുമ്പോൾ ബൈ ചാൻസ് ഈ ഒരു ഹൈപ്പോത്തസിസ് തെറ്റാണെന്ന് പറയുന്നത് അത്രയും അത്രയും ട്രാവൽ ചെയ്ത നമ്മളുടെ മെത്തേഡ്സ് എല്ലാം ചുമ്മാ വേസ്റ്റ് ആയി പോകും. സോ അതാണ് നമ്മളിപ്പം ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ വീൽ ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദറ്റ് വാട്ട് എവർ വി ആർ ഡൂയിങ് അപ് ടു ദിസ് പോയിന്റ് ഇസ് കംപ്ലീറ്റ്ലി റൈറ്റ്. അല്ലെങ്കിൽ ചുമ്മാ അസംഷൻസ് അല്ലെങ്കിൽ ഡോണ്ട് ജംപ് ടു കൺക്ലൂഷൻസ് എന്നുള്ളതാണ് പ്രൂവ് ദ ഹൈപ്പോത്തസിസിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ എറേഴ്സ് വരുമ്പോഴത്തേനും അതിൽ നിന്നും നമുക്ക് അതിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കി സൊല്യൂഷൻ സോൾവ് ചെയ്യാനുള്ളതാണ് ഇൻഡക്റ്റീവ് ഡീബഗ്ഗിങ് പ്രോസസ്സിൽ നമ്മൾ നോക്കുന്നത്. ഡീബഗ്ഗിങ് ബൈ ഡിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു എലിമിനേഷൻ പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലൈമാക്സിലോട്ട് അല്ലെങ്കിൽ കൺക്ലൂഷനിലോട്ട് അറൈവ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ enumерate the possible causes. First of all, collect more data, enumerate the possible causes. എലിമിനേഷൻ യൂസ് ചെയ്ത് അൺവാണ്ടഡ് ആയിട്ട് കാര്യങ്ങളെ എലിമിനേറ്റ് ചെയ്യുക. ഹൈപ്പോത്തസിസ് ബാക്കിയുള്ളത് വെച്ചിട്ട് ഹൈപ്പോത്തസിസിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുക, പ്രൂവ് ചെയ്യുക, എററിനെ ഫിക്സ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സോ ഇവിടെ എന്യൂമറേറ്റ് ദ പോസിബിൾ കോസസ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പം വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി എറർ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു എററിൻ്റെ നമ്മൾക്കിപ്പം ഡേറ്റാസൊക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇപ്പം നമുക്ക് ഉറപ്പാണ് ഓക്കെ ഈ കാരണങ്ങളായിരിക്കില്ല എന്നുറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക നമ്മുടെ ഹൈപ്പോത്തസിസിൽ നിന്ന്. ആ ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ റിഫൈൻ ചെയ്യുക, അത് കഴിഞ്ഞ് അതിനെ നമ്മൾ പ്രൂവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഡിഡക്റ്റീവ് ഡീബഗ്ഗിങ് പ്രോസസ്സിൽ വരുന്നത്. ഇൻഡക്റ്റീവിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റാണ് ഡിഡക്റ്റീവ്. ബൈ ചാൻസ് ഇത്രയും ചെയ്തിട്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ വി ആർ കളക്ടിങ് മോർ ഡേറ്റ ആൻഡ് ഡൂയിങ് ദ പ്രോസസ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത് ഡീബഗ്ഗിങ് ബൈ ബാക്ക് ട്രാക്കിംഗ് ആണ്. ചെറിയ പ്രോഗ്രാംസിനൊക്കെ നമുക്ക് എറേഴ്സ് ലൊക്കേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് പിന്നിൽ ട്രാവൽ ചെയ്യാം ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്
വേർ ഇസ് ദി എറർ, വാട്ട് ഇസ് ദി ഇഷ്യൂ ദാറ്റ് ഐ ഹാവ് ഫേസ്ഡ്. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കത്തില്ല. ഇതൊരു ചെറിയ പ്രോഗ്രാമിൻ്റെ കേസിലാണ് പറയുന്നത്, ടൈം എടുക്കത്തില്ല, നമുക്ക് എറർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം, അതിനെ സോൾവ് ചെയ്യാനായിട്ടും പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ മീനിങ് ബൈ ഡീബഗ്ഗിംഗ് ബൈ ബാക്ക് ട്രാക്കിംഗ്. അങ്ങനെ നമ്മളുടെ 5th മോഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇഫ് യു ഹാവിങ് എനി ഡൗട്ട്സ്, do ask in the comment section. Don't forget to subscribe.